ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് മാനേജറിക്കൽ ഗ്രിഡ് ബൈ ലീഡർഷിപ്പ് സ്റ്റൈൽസ് ആണ് പഠിക്കാൻ പോകുന്നത്. മാനേജറിക്കൽ ഗ്രിഡ് വൈസും 5 തരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഇവിടെ കൃത്യമായിട്ടും പറയുന്നുണ്ട്. മാനേജറിക്കൽ ഗ്രിഡ് ബൈ ബ്ലാക്ക് ആൻഡ് മൗണ്ടൻ ലീഡർഷിപ്പ് സ്റ്റൈൽസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. റോബോട്ട് ആർ ബ്ലാക്ക് ആൻഡ് ജെയിൻസ് എസ് മൗണ്ടൻ എന്ന് പറയുന്ന 2 വ്യക്തികളാണ് ഈ ഒരു മാനേജറിക്കൽ ഗ്രിഡ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഡെവലപ്പ് ചെയ്തെടുത്തത്. ഈ മാനേജറിയൽ ഗ്രിഡ് ബൈ ബ്ലാക്ക് ആൻഡ് മൗണ്ടൻ എന്ന് പറയുന്ന മോഡൽ, ആ ഒരു കോൺസെപ്റ്റ് ഗ്രിഡ് മോഡൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് 2 ഡയമെൻഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കൺസേൺ ഫോർ പീപ്പിൾ എന്നും, അതുപോലെ തന്നെ രണ്ടാമത്തെ ബേസ് എന്ന് പറയുന്നത് കൺസേൺ ഫോർ പ്രൊഡക്ഷൻ എന്നും. ഈ 2 ഡയമെൻഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു മാനേജറിക്കൽ ഗ്രിഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതായത് കൺസേൺ ഓഫ് പ്രൊഡക്ഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾക്ക് കൺസേൺസ് ഓഫ് പ്രൊഡക്ഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ വർക്ക് പ്രൊസീജിയർ, വർക്ക് എഫിഷ്യൻസി, വോളിയം ഓഫ് ഔട്ട്പുട്ട് എന്നീ ഫാക്ടേഴ്സിനെയാണ് കൺസേൺ ഓഫ് പ്രൊഡക്ഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ കൺസേൺ ഫോർ പീപ്പിൾ എന്ന് പറയുന്ന ഡയമെൻഷൻസിൽ കൂടി പറയുന്ന എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പീപ്പിൾസിൻ്റെ പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റ് എന്ത് മാത്രമാണുള്ളത്, സെൽഫ് എസ്റ്റീം ഓഫ് വർക്കേഴ്സ്, അതുപോലെ തന്നെ ട്രസ്റ്റ് ബേസ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ്, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ഈ തരത്തിലുള്ള ഫാക്ടറുകളാണ് കൺസേൺ ഓഫ് പീപ്പിൾ എന്ന് പറയുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ആ ഡയമെൻഷൻസിനകത്ത് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ കൺസേൺസ് ഓഫ് പ്രൊഡക്ഷനിലെയും കൺസേൺസ് ഓഫ് പേഴ്സൺസിലെയും ഈ 2 കാര്യങ്ങളുടെയും എന്തെല്ലാം ഫാക്ടറുകൾ, ഏതൊക്കെ എന്തുമാത്രം ഡിഗ്രിയിൽ ഓരോ ലീഡർഷിപ്പ് സ്റ്റൈലിലും ഉണ്ടാകുന്നുണ്ട്, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് മാനേജറിക്കൽ ഗ്രിഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാനേജറിക്കൽ ഗ്രിഡിൻ്റെ അകത്ത് ഈ കൺസേൺസ് ഓഫ് പീപ്പിളിലും അതുപോലെ തന്നെ കൺസേൺ ഓഫ് പ്രൊഡക്ഷനിലും പറഞ്ഞിരിക്കുന്ന ഈ ഫാക്ടറുകൾ എന്തുമാത്രം ഹൈയും ലോയും ആണോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു 5 ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാനേജറിക്കൽ ഗ്രിഡിൻ്റെ അകത്ത് 5 രീതിയിലാണ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് വരുന്നത്. അതായത് നമ്മൾ കൺസേൺസ് ഓഫ് പ്രൊഡക്ഷൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, വോളിയം, വർക്ക് പ്രൊസീജിയർ, വർക്ക് എഫിഷ്യൻസി, അതുപോലെ തന്നെ വോളിയം ഓഫ് ഔട്ട്പുട്ട് എന്നീ ഫാക്ടറുകളും, അതുപോലെ തന്നെ കൺസേൺസ് ഓഫ് പേഴ്സൻ്റെ അകത്തെ പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റ്, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്, അതുപോലെ തന്നെ അത് ട്രസ്റ്റ് ബേസ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ്, അതുപോലെ തന്നെ സെൽഫ് എസ്റ്റീം ഓഫ് വർക്കേഴ്സ്, ഈ ഒരു കൺസേൺസ് ഓഫ് പേഴ്സണിലെ ഈ 5 ഫാക്ടറുകളും അടങ്ങിയിട്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽസിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവയുടെ ഡിഗ്രി എന്തുമാത്രമാണുള്ളത്, ഈ 2 കൺസേൺസ് ഓഫ് പേഴ്സൺസിലെയും കൺസേൺസ് ഓഫ് പ്രൊഡക്ഷനിലെയും അടങ്ങിയിരിക്കുന്ന ഈ 5 ഫാക്ടറുകൾ ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈലിൽ എന്തുമാത്രമാണ് ഉള്ളത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ലീഡർഷിപ്പിൻ്റെയും എഫിഷ്യൻസി ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈലുകളെ പറ്റിയാണ് ഈ ഒരു മാനേജറിക്കൽ ഗ്രിഡിൽ കൂടി പറയുന്നത് പ്രധാനമായിട്ടും. നമ്മൾ പറഞ്ഞു മാനേജറിക്കൽ ഗ്രിഡ് മോഡൽ എന്ന് പറയുന്നത് 2 ഡയമെൻഷൻസിനെ ബേസ് ചെയ്താണ് നിലനിൽക്കുന്നതെന്ന്. ഏതൊക്കെയാണ്? കൺസേൺ ഫോർ ദ പീപ്പിൾ, അതായത് ആളുകൾക്ക്, ജോലി ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന രീതിയിലാണ് ഈ ഒരു കൺസേൺ ഫോർ പീപ്പിൾ എന്ന് പറയുന്ന ഡയമെൻഷൻസ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റ്, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ സെൽഫ് എസ്റ്റീം ഓഫ് വർക്കേഴ്സ്, അതുപോലെ തന്നെ ട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി മുതലായിട്ടുള്ള ഫാക്ടേഴ്സ് ഇതിനകത്ത് കടന്നു വന്നിരിക്കുന്നത്. എന്നാൽ കൺസേൺ ഫോർ ദ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വർക്ക് ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതായത് എത്ര ഔട്ട്പുട്ട് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എത്രയാണ് കൂട്ടേണ്ടത്, ഈ തരത്തിലുള്ള പ്രൊഡക്ഷൻ എങ്ങനെയാണ് ബിസിനസ് ഓർഗനൈസേഷൻ്റെ കൂട്ടേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് നൽകിക്കൊണ്ടാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഡയമെൻഷനാണ് കൺസേൺ ഫോർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. വർക്ക് എഫിഷ്യൻസി, വോളിയം ഓഫ് ഔട്ട്പുട്ട്, വർക്ക് പ്രൊസീജിയർ മുതലായിട്ടുള്ള ഫാക്ടേഴ്സാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു മാനേജറിക്കൽ ഗ്രിഡ് മോഡൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഈ 2 കൺസെപ്റ്റുകളുടെയും, അതായത് ഈ 2 ഡയമെൻഷൻസിൻ്റെയും കോമ്പിനേഷനാണ് മാനേജറിക്കൽ ഗ്രിഡ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ മാനേജറിക്കൽ ഇതൊരു ഒരു ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിലാണ് ഈ ഒരു 5 ലീഡർഷിപ്പ് സ്റ്റൈൽസും അടങ്ങിയിട്ടുള്ളത്. നമ്മുടെ ഈ 2 കൺസെപ്റ്റുകൾ, ഈ 2 ഡയമെൻഷൻസിൻ്റെയും
രണ്ട് ഡയമെൻഷൻസിലുള്ള ഫാക്ടേഴ്സിൻ്റെ വോളിയം കൂടുന്നതനുസരിച്ച് കൊണ്ടും അതുപോലെ തന്നെ രണ്ട് ഫാക്ടേഴ്സുകളുടെയും ഉള്ളിലുള്ള അല്ലെങ്കിൽ രണ്ട് ഡയമെൻഷൻസിൻ്റെയും ഉള്ളിലുള്ള ഫാക്ടേഴ്സിൻ്റെ പ്രാധാന്യം കൂടുന്നതനുസരിച്ച് കൊണ്ടാണ് ഈ 5 ഡിഫറെൻറ്റ് സ്റ്റൈലിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. ഒരു ഗ്രിഡ് പോലെ വരച്ചതിന് ശേഷം ആ ഗ്രിഡിൻ്റെ അകത്ത് കൺസേൺ ഫോർ ദ പ്രൊഡക്ഷൻ എന്നും അതുപോലെ തന്നെ കൺസേൺ ഫോർ ദ പീപ്പിൾ എന്നും, അതായത് ആളുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന രീതി, അതുപോലെ തന്നെ എന്താണ് ഉൽപ്പാദനത്തിന് അല്ലെങ്കിൽ പ്രൊഡക്ഷന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന 2 ഡയമെൻഷൻസ്. അതിൻ്റെ ഡിഗ്രി ലെവൽ വെച്ചുകൊണ്ട് ഒരു ഗ്രാഫ് അനാലിസിസ് നടത്തുന്നു. അതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഗ്രിഡ് പോലെ വരച്ചതിന് ശേഷം ഈ ഒരു 5 ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഇതിൻ്റെ അകത്ത് ഗ്രിഡ് പോലെ അറേഞ്ച് ചെയ്ത് നിർത്തുന്നു. അപ്പോൾ ഈ 2 ഫാക്ടറുകൾ, ഈ 2 ഡയമെൻഷൻസിനെയും ബേസ് ചെയ്ത് ഓരോന്നിലും ഓരോ ലീഡർഷിപ്പ് സ്റ്റൈലിലും ഏതിനാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഏറ്റവും എഫിഷ്യൻറ്റ്, ഓരോ ബിസിനസ് ഓർഗനൈസേഷനിലും ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽ ഏതാണ്, അത് നിർണ്ണയിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഈ മാനേജറിക്കൽ ഗ്രിഡ് മോഡൽ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഗ്രാഫ് നോക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് എക്സ് ആക്സിസിൽ ഈ ഒരു ഗ്രാഫ് നിങ്ങൾ നോക്കുക. ഈ ഒരു ഗ്രാഫിൻ്റെ എക്സ് ആക്സിസിൽ പ്രധാനമായിട്ടും കൺസേൺ ഫോർ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അത് ലോയുമുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്രാഫിൻ്റെ 0 വാല്യൂവിൽ മുതൽ എക്സ് ആക്സിസ് വരെയും ഉള്ള റേഞ്ചിൽ കൺസേൺ ഫോർ ദ പ്രൊഡക്ഷൻ ലോ ടു ഹൈ അതാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ വൈ ആക്സിസിലാണെങ്കിൽ കൺസേൺ ഫോർ ദ പീപ്പിൾ എന്ന് പറയുന്ന കാര്യമാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതും 0 മുതൽ 9 വരെ പോയിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 5 ലീഡർഷിപ്പ് സ്റ്റൈൽസും ഇതിൻ്റെ അകത്ത് ശരിയായ രീതിയിൽ അറേഞ്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓരോ ലീഡർഷിപ്പ് സ്റ്റൈലിലും എന്തൊക്കെ കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യമാണ് ഇംപവർഷിഡ് എന്ന് പറയുന്ന ലീഡർഷിപ്പ് സ്റ്റൈല്. ഇവിടെ കൺസേൺ ഫോർ ദ പീപ്പിളും അതുപോലെ തന്നെ കൺസേൺ ഫോർ പ്രൊഡക്ഷനും ഈ 2 കാര്യങ്ങൾക്കും വളരെയധികം കുറഞ്ഞ പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് കൺസേൺ ഫോർ ദ പ്രൊഡക്ഷൻ എന്നുള്ള കാര്യം 1.1ഉം അതുപോലെ തന്നെ കൺസേൺ ഫോർ ദ പീപ്പിൾ എന്ന് പറയുന്ന കാര്യം 1 കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം വരുന്നൊരു കാര്യമാണ് കൺട്രി ക്ലബ് എന്ന് പറയുന്ന ഒരു ലീഡർഷിപ്പ് സ്റ്റൈല്. ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്ന കാര്യം കൺസേൺ ഫോർ പീപ്പിളാണ്, അതായത് ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. കൺസേൺ ഫോർ പ്രൊഡക്ഷന് വളരെ കുറച്ച് പ്രാധാന്യം മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കൺട്രി ക്ലബ് എന്ന് പറയുന്ന ലീഡർഷിപ്പ് സ്റ്റൈലിൽ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൺസേൺ ഫോർ പേഴ്സൺസിന് കൊടുത്തേക്കുന്നതുകൊണ്ട് 1.9 ആണ് അവിടെ പോയിന്റ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ കൺസേൺ ഫോർ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് എന്താ സംഭവിച്ചേക്കുന്നത്, ലീഡർഷിപ്പ് സ്റ്റൈൽ അതിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് 1 ആണ്. കാരണം വർക്കിന് വളരെയധികം പ്രാധാന്യം കുറച്ച് കൊടുത്തതിന് ശേഷം ആളുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് കൺട്രി ക്ലബ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്ന ഒരു കാര്യമാണ് മിഡിൽ റോഡ് എന്ന് പറയുന്ന ലീഡർഷിപ്പ് സ്റ്റൈൽ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആളുകൾക്കും അത് കൺസേൺ ഫോർ പേഴ്സൺസിനും അതുപോലെ തന്നെ കൺസേൺ ഫോർ പ്രൊഡക്ഷനും ഈ 2 ഡയമെൻഷൻസിനും തുല്യ പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത്. ആളുകൾക്കും അതുപോലെ തന്നെ വർക്കിംഗ് ഔട്ട്പുട്ടിനും തുല്യ പ്രാധാന്യം വരത്തക്ക വിധത്തിലാണ് ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ രൂപവൽക്കരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 5.5 ആണ് ഈ ഒരു ഗ്രിഡ് സ്റ്റൈലിന് കൊടുത്തേക്കുന്നത്. ഇനി പറഞ്ഞേക്കുന്ന മറ്റൊരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് ടാസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ടാസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ലീഡർഷിപ്പ് സ്റ്റൈലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വർക്കിനായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തേക്കുന്നത്. കൺസേൺ ഓഫ് പ്രൊഡക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തേക്കുന്നത്. കൺസേൺസ് ഓഫ് പേഴ്സൺ, അതായത് ആളുകൾക്ക് വളരെയധികം വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കുറച്ച് പ്രാധാന്യം, അതുപോലെ തന്നെ ഔട്ട്പുട്ടിന് കൺസേൺസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഡയമെൻഷൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് 9.1 വന്നേക്കുന്നത്. അതായത് കൺസേൺസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വർക്കിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ വോളിയം ഓഫ് ഔട്ട്പുട്ടിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് അത് 9 ആയി. ആളുകൾക്ക് കുറച്ച് പ്രാധാന്യം കൊടുത്തേക്കുന്നതുകൊണ്ട് 1 കൊടുത്തിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് ടീം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു കാര്യം. ടീം മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിൽ ആളുകൾക്കും അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും ഈ 2 ഡയമെൻഷൻസും വലിയ പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിൽ. അതാണ് ടീം മാനേജ്മെൻറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഈ ഓരോ ലീഡർഷിപ്പ് സ്റ്റൈലുകളുടെ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ എന്തെന്ന് വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഇംപവർഷിഡ് മോഡലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ക്ഷയിച്ച അല്ലെങ്കിൽ വളരെയധികം ലെസ് എഫോർട്ടുള്ള ഒരു ലീഡർഷിപ്പ് മോഡലാണ് എന്തെന്ന് പറയുന്നത് ഇംപവർഷിഡ് ലീഡർഷിപ്പ് മോഡൽ എന്ന് പറയുന്നത്. ദ മാനേജർ ഹാസ് ലോ കൺസേൺ
ഫോർ ബോത്ത് പ്രൊഡക്ഷൻ ആൻഡ് പീപ്പിൾ. അതായത് മാനേജറായിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ ടീം ലീഡറായിട്ടുള്ള വ്യക്തി വളരെയധികം കുറഞ്ഞ പ്രാധാന്യമാണ് ആളുകൾക്കിടയിലുള്ള ബന്ധത്തിന്, ആളുകൾക്കും അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കിടയിലെ ബന്ധത്തിനും അതുപോലെ തന്നെ എന്താണ് പ്രൊഡക്ഷനും ആളുകൾ ലേബേഴ്സ് ആയിട്ടുള്ള ആളുകൾ അവർ ചെയ്തു തീർക്കേണ്ട വർക്കുകളുടെ അധ്വാന ഫലത്തിനും കൊടുക്കുന്നത് കുറഞ്ഞ പ്രാധാന്യം മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ വളരെയധികം കുറഞ്ഞ എഫേർട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. ലീഡറായിട്ടുള്ള ആൾ ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിൽ കുറഞ്ഞ എഫേർട്ട് മാത്രമേ ലീഡറായിരിക്കുന്ന ആൾ തങ്ങളുടെ സബോർഡിനേറ്റ്സ് ഉള്ള ആളുകൾ തമ്മിലുള്ള ബന്ധം ഡെവലപ്പ് ചെയ്യുവാനും അതുപോലെ തന്നെ സബോർഡിനേറ്റ്സിനെ ഉപയോഗിച്ചുകൊണ്ട് വർക്കുകൾ ചെയ്തു തീർക്കുന്നതിലാണെങ്കിലും ശരി, പ്രൊഡക്ഷൻ നടത്തുന്നതിലാണെങ്കിലും ശരി വളരെയധികം കുറഞ്ഞ ഒരു എഫേർട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ് ഇതെന്ന് പറയുന്നത് ഏറ്റവും പൂവറായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഈ ഒരു ഇംപവർഷ്ഡ് എന്ന് പറയുന്ന മാനേജറിക്കൽ ഗ്രിഡിലെ ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾക്ക് സുപ്പീരിയേഴ്സും സബോർഡിനേറ്റ്സും ഒരു ടീം ലീഡറും അതുപോലെ തന്നെ സുപ്പീരിയേഴ്സും സബോർഡിനേറ്റ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പിലായിക്കോട്ടെ, അല്ലെങ്കിൽ സുപ്പീരിയേഴ്സ് ഉള്ള ആളുകൾ സബോർഡിനേറ്റ്സിനെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ വർക്കുകൾ ചെയ്ത് തീർക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, പ്രൊഡക്ഷൻ കൂട്ടുന്ന കാര്യത്തിലായിക്കോട്ടെ വളരെയധികം കുറഞ്ഞ പ്രാധാന്യം മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ് വളരെയധികം ലെസ് എഫേർട്ട് മാത്രം മതി. അതുകൊണ്ട് തന്നെ ഇതെന്ന് പറയുന്നത് വളരെയധികം പൂറായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഇംപവർഷ്ഡ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് കൺട്രി ക്ലബ് എന്ന് പറയുന്നത്. കൺട്രി ക്ലബ്ബ് എന്ന് പറയുന്ന ലീഡർഷിപ്പ് സ്റ്റൈലിൽ ഏറ്റവും കൂടുതൽ ലീഡേഴ്സ് പ്രാധാന്യം കൊടുക്കുന്നത് ആളുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലാണ്. അതായത് സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനോ നയിക്കുന്ന ഒരു ലീഡറായിട്ടുള്ള വ്യക്തി ആ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിൻ്റെ ഇടയിൽ കൂടുതൽ റിലേഷൻഷിപ്പ് മെച്ചപ്പെടുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. ആളുകളെ പരസ്പരം വളരെയധികം സന്തോഷത്തോടു കൂടി അവരെ ഏൽപ്പിച്ചേക്കുന്ന ജോലികൾ ചെയ്തു തീർക്കുന്നതിലായിരിക്കും ഈ ഒരു ലീഡർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കൺസേൺസ് ഓഫ് പ്രൊഡക്ഷന് അല്ലെങ്കിൽ എന്താണ് ഔട്ട്പുട്ടിന് ഈ എംപ്ലോയീസിനെ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ കുറവായിരിക്കും ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിൽ. ആളുകൾക്കിടയിലെ ബന്ധം ദൃഢമാക്കുക, അതുവഴി എന്താണ് ബിസിനസ് ഓർഗനൈസേഷനിൽ വളരെയധികം ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കുക, എംപ്ലോയീസിൻ്റെ ഇടയിൽ ഹാർമണി, അതുപോലെ തന്നെ എന്താണ് വളരെയധികം ഫ്രണ്ട്ലെസ് ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റൽ സിറ്റുവേഷൻ ബിൽഡപ്പ് ചെയ്തെടുക്കുക എന്നതാണ് ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിൻ്റെ കീഴിലുള്ള എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾക്ക്, സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വളരെയധികം സന്തോഷത്തോടു കൂടി അവരെ ഏൽപ്പിച്ചേക്കുന്ന ജോലി വളരെയധികം ആസ്വദിച്ച് വളരെയധികം ജോലിയായിട്ട് ചെയ്തു തീർക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണിത്. ഇവിടെ വർക്കിനല്ല പ്രാധാന്യം, മാനുഷിക ബന്ധങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത് ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിൽ. ഇനി മറ്റൊരു കാര്യമാണ് മിഡിൽ റോഡ് എന്ന് പറയുന്നൊരു കാര്യം. മിഡിൽ റോഡ് എന്ന് പറയുന്ന ലീഡർഷിപ്പ് സ്റ്റൈല് മിഡിൽ റോഡ് ലീഡർഷിപ്പ് സ്റ്റൈലിൽ എന്താണ് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുഷിക ബന്ധങ്ങൾ, അതായത് സുപ്പീരിയേഴ്സ് ലീഡറും സബോർഡിനേറ്റ്സും തമ്മിലുള്ള മാനുഷിക ബന്ധങ്ങൾക്കും അതോടൊപ്പം തന്നെ എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്ഷൻ കപ്പാസിറ്റി അല്ലെങ്കിൽ വർക്കുകൾ എഫിഷ്യൻ്റായ രീതിയിൽ ചെയ്ത് തീർക്കുന്നതിലും തുല്യ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് കൺസേൺസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഡയമെൻഷൻസിലും അതുപോലെ തന്നെ കൺസേൺസ് ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്ന കാര്യത്തിലും എന്താണ് ഒരു ബാലൻസ് എപ്പോഴും കീപ്പ് ചെയ്യാൻ ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈല് ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളുടെ റിലേഷൻഷിപ്പും അതുപോലെ തന്നെ എന്താണ് എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളെ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന കാര്യത്തിലും ഒരു തുല്യമായിട്ടുള്ളൊരു കോംപ്രമൈസാണ് ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ നിലനിർത്തുന്നത്. ഈ രണ്ട് കാര്യത്തിലും എംപ്ലോയീസായിട്ടുള്ള വർക്ക് ചെയ്യുന്ന എംപ്ലോയീസായിട്ടുള്ള ആളുകളുമായിട്ട് ബന്ധം സൂക്ഷിക്കുന്ന കാര്യത്തിലാണെങ്കിലും ശരി, അവരെ ഉപയോഗിച്ചുകൊണ്ട് വർക്കുകൾ ചെയ്തു തീർക്കുന്ന കാര്യത്തിലാണെങ്കിലും ശരി തുല്യമായിട്ടുള്ളൊരു പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങളെയും ഒരുമിച്ച് രണ്ട് ഡയമെൻഷൻസിനെയും അല്ലെങ്കിൽ രണ്ട് കാഴ്ചപ്പാടുകളെയും ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ തുല്യമായ രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് മിഡിൽ റോഡ് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. വർക്കിനും അതിൻ്റെ ഒപ്പം തന്നെ എംപ്ലോയീസിൻ്റെ ഇടയിലെ മാനുഷിക ബന്ധങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്നതിൽ ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ടാസ്ക് മാനേജ്മെൻറ്റ് ലീഡർഷിപ്പ് സ്റ്റൈലിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന അല്ലെങ്കിൽ ഓരോ എംപ്ലോയിയും ഏൽപ്പിച്ചിരിക്കുന്ന ടാസ്കിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് ടാസ്ക് മാനേജ്മെൻറ്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ ഇതൊരു ഓട്ടോക്രാറ്റിക്, നമ്മൾ ലീഡർഷിപ്പ് സ്റ്റൈൽ പഠിച്ച ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ടാസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ലീഡർഷിപ്പ് സ്റ്റൈൽ മാനേജറിംഗ് ഗ്രിഡിലെ. ഇതിൻ്റെ ഒരു പ്രത്യേകത എങ്ങനെയായിരുന്നു ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിൻ്റെ പ്രത്യേകത എന്താണ്? ലീഡറായിരിക്കുന്ന ആളായിരിക്കും
ലീഡർ ആയിരിക്കുന്ന ആളായിരിക്കും എന്ത് ചെയ്യുന്നത്, കമാൻഡുകളും ഇൻസ്ട്രക്ഷൻസും പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരിക്കലും സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള വ്യക്തികളിലേക്ക് എന്ത് ചെയ്യുന്നില്ല, ഇൻസ്ട്രക്ഷൻസും ഗൈഡ് ലൈൻസും എടുക്കുമ്പോൾ, അതിൽ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള വ്യക്തികൾക്ക് അതിൻ്റെ അകത്ത് അവരുടെ അഭിപ്രായം അറിയിക്കുവാനോ അല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നില്ല. അതേ സെയിം മോഡൽ തന്നെയാണ് ഈ ടാസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ലീഡറായിട്ടുള്ള ആളുകൾ മാനുഷിക ബന്ധങ്ങളെക്കാൾ കൂടുതൽ ജോലി എങ്ങനെയെങ്കിലും ചെയ്തു തീർക്കുക, മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കുക, മാക്സിമം പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കും ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ പ്രവർത്തിക്കുന്നത്. ഇവിടെ ഈ ഒരു ലീഡറിൻ്റെ അകത്ത് അധികാരം എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് എടുക്കാനുള്ള പവറും കേവലം ആ ഒരു സൂപ്പർവൈസറിൽ മാത്രം അല്ലെങ്കിൽ ആ ഒരു ലീഡറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമായിരിക്കും. സബോർഡിനേറ്റ്സ് ഉള്ള ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനേക്കാൾ കൂടുതൽ മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കുക, മാക്സിമം പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുക എന്നതിലായിരിക്കും ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ കൺസേൺസ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ, കൺസേൺസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഡയമെൻഷൻസിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. കൺസേൺസ് ഓഫ് പീപ്പിൾ, അതായത് ആളുകൾക്കിടയിലെ മാനുഷിക ബന്ധങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിലോ അതിലൊന്നും ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈല് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി അടുത്ത ഒരു മാനേജറിക്കൽ ഗ്രിഡ് ലീഡർഷിപ്പ് സ്റ്റൈലാണ് ടീം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. മാനേജറിക്കൽ ഗ്രിഡ് മോഡലിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈലാണ് ടീം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ കൺസേൺസ് ഓഫ് ദി പീപ്പിൾ എന്ന് പറയുന്ന ഡയമെൻഷൻസിനും കൺസേൺ ഓഫ് ദ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഡയമെൻഷൻസിനും തുല്യ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. അതായത് ഒരു എംപ്ലോയീസ്, ഒരു ലീഡറായിട്ടുള്ള വ്യക്തി തങ്ങളുടെ കീഴിലുള്ള സബോർഡിനേറ്റ്സുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ബന്ധം വളർത്തിയെടുക്കുവാനും നല്ല രീതിയിലുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെൻറ്റും നല്ല രീതിയിലുള്ള ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പും അതുപോലെ തന്നെ എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് നല്ലൊരു പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റും ഒരു എംപ്ലോയീസ് ഉള്ള ആളുകൾക്ക് സെൽഫ് എസ്റ്റീം ഉണ്ടാക്കിയെടുക്കുവാനും അതുപോലെ തന്നെ എന്താണ് എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾക്കിടയിൽ ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്തെടുക്കുവാനും എപ്പോഴും ഈ ഒരു ലീഡർഷിപ്പ് ശ്രമിക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ഓർഗനൈസേഷനിൽ മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കുവാനും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുവാനും ശ്രമിക്കുന്ന ഒരു മോഡലാണ് എന്തെന്ന് പറയുന്നത് ടീം മാനേജ്മെൻറ്റ് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളുമായിട്ട് നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ ഓർഗനൈസേഷനിൽ പ്രൊഡക്ടിവിറ്റി മാക്സിമം ഉണ്ടാക്കിയെടുക്കുവാനും ശ്രമിക്കുന്ന ഒരു മോഡലാണ് ടീം മാനേജ്മെൻറ്റ് മോഡൽ എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ജനറലി പറയുവാൻ സാധിക്കും, ആളുകളുമായിട്ട് അല്ലെങ്കിൽ വ്യക്തികൾക്ക് എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ലീഡർഷിപ്പ് സ്റ്റൈലാണ് ബിസിനസ് ഓർഗനൈസേഷനിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ മാനേജറിക്കൽ ഗ്രിഡിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈലാണ് ടീം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന കാര്യത്തിലും തുല്യ പ്രാധാന്യം കൊടുക്കുന്ന ലീഡർഷിപ്പ് സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ മാനേജറിക്കൽ ഗ്രിഡിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈലാണ് ടീം മാനേജ്മെൻറ്റ് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. കാരണം എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളുമായിട്ട് ലീഡർക്കും സുപ്പീരിയർക്കും ഉള്ള അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനും ഉള്ള ബന്ധം അത് നല്ല രീതിയിലാക്കുന്നതിനും അതുപോലെ തന്നെ എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളെയും എന്താണ് ആ ഡിസിഷൻ മേക്കിംഗ് പ്രക്രിയയിൽ പങ്കാളികളാക്കുകയും അവർക്കിടയിലേക്ക് അധികാരം ഡിസിഷൻ മേക്കിംഗ് എടുക്കുവാനും അവരുടെ ഒപ്പീനിയൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ള അധികാരം ഡെലിഗേറ്റ് ചെയ്ത് നൽകുകയും അതോടൊപ്പം തന്നെ എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളെ ശരിയായ രീതിയിൽ ഗൈഡ് ലൈൻസും ഇൻസ്ട്രക്ഷൻസും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് മാക്സിമം പ്രൊഡക്ഷൻ അവരിൽ കൂടി നേടിയെടുക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി വർക്കുകൾ ഏറ്റവും എഫിഷ്യൻ്റായ രീതിയിൽ ചെയ്തു തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് ടീം മാനേജ്മെൻറ്റ് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇത്രയുമാണ് മാനേജറിക്കൽ ഗ്രിഡ് എന്ന് പറയുന്ന മാനേജറിക്കൽ ഗ്രിഡ് ബേസ് ആയിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈലുകൾ. ഇതിൻ്റെ അകത്ത് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈലാണ് ടീം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിക്കറ്റ് 4 ലെവൽ മോഡൽ ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് ആണ് പഠിക്കാൻ പോകുന്നത്. റെനീസ് ലിക്കറ്റും യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗണിലെ അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ്സും ചേർന്ന് വ്യത്യസ്തമായിട്ടുള്ള ബിസിനസ് ഓർഗനൈസേഷനുകളിൽ സർവേ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് 4 ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു 4 സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈൽസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽസിന് 4 ലെവലിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽസിന് അദ്ദേഹം സീരിയൽ നമ്പറായിട്ട് സിസ്റ്റം 1, സിസ്റ്റം 2, സിസ്റ്റം 3, സിസ്റ്റം 4 എന്ന് പറഞ്ഞ സീരിയൽ നമ്പറും അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ലീഡർഷിപ്പ് സ്റ്റൈൽസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്.
ഇതിൻ്റെ അകത്തെ ഏറ്റവും ആദ്യത്തെ മോഡലാണ് എക്സ്പ്ലോറ്റേറ്റീവ് ഓട്ടോക്രാറ്റിക്. നമ്മൾ ഓട്ടോക്രാറ്റിക് മോഡൽ ലീഡർഷിപ്പ് സ്റ്റൈലിനെ പറ്റി വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. ഇതെന്ന് പറയുന്നത് എക്സ്പ്ലോറ്റേറ്റീവ് ഓട്ടോക്രാറ്റിക് ആണ്, അതായത് സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള ആളുകളെ എക്സ്പ്ലോറ്റേറ്റീവ് ചെയ്യുന്നു. ഇവിടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള ആളുകളായിരിക്കും തങ്ങളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസ് എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇവിടെ സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ കമാൻഡ്സും ഇൻസ്ട്രക്ഷൻസും അനുസരിച്ചുകൊണ്ട് ഡിസിഷൻസ് എടുക്കുകയും അതനുസരിച്ചുകൊണ്ട് സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ എടുക്കുന്ന ഡിസിഷൻസ് സബോർഡിനേറ്റ്സിലേക്ക് കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നു. സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള ആളുകൾ ഈ ഒരു സുപ്പീരിയേഴ്സ് നൽകുന്ന കമാൻഡുകൾക്കും ഇൻസ്ട്രക്ഷൻസിനും ഡിസിഷൻസും അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഡിസിഷൻ മേക്കിംഗ് പ്രക്രിയയിൽ ഒരിക്കലും സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ഒപ്പം തന്നെ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള ആളുകൾക്ക് യാതൊരു രീതിയിലുള്ള പങ്കാളിത്തവും ലഭിക്കുന്നില്ല. ഇവിടെ സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഡിസിഷൻസ് എടുക്കുകയും സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള ആളുകളെ ത്രെറ്റ് ചെയ്തോ അല്ലെങ്കിൽ പണിഷ്മെൻറ്റ്സ് നൽകിയോ അല്ലെങ്കിൽ വ്യത്യസ്ത റിവാർഡുകൾ ഓഫർ ചെയ്തുകൊണ്ടോ അവരെ ആ ഡിസിഷൻസ് അനുസരിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈ ഒരു മോഡലിൽ സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസാണ് ഡിസിഷൻ മേക്കിംഗ് എടുക്കുവാനുള്ള എല്ലാ റൈറ്റും എല്ലാ അതോറിറ്റിയും പവറും ഹോൾഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് സുപ്പീരിയേഴ്സിലായിരിക്കും. സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള പവറോ അതോറിറ്റിയോ അല്ല എങ്കിൽ യാതൊരു അധികാരമോ ഇല്ല. കേവലം സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ എടുക്കുന്ന ഡിസിഷൻസ് ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ള റൈറ്റ് മാത്രമേ ആർക്കുള്ളൂ, സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള വ്യക്തികൾക്കുള്ളൂ. ഇവിടെ സുപ്പീരിയറും അതുപോലെ തന്നെ സബോർഡിനേറ്റ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഫോമലായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് എപ്പോഴും ഓട്ടോക്രാറ്റിക് ആയിരിക്കും. അവരിലായിരിക്കും ഒരു ഏകാധിപത്യ ഭാവം എല്ലാം അടങ്ങിയിട്ടുള്ളത്. അവരെ ഓട്ടോക്രാറ്റിക് രീതിയിൽ ആ ഡിസിഷൻസ് എടുക്കുന്നു, നടപ്പിലാക്കുന്നു, കമാൻഡുകൾ, ഇൻസ്ട്രക്ഷൻസ്, ഗൈഡ് ലൈൻസ് എന്നിവ കൊടുക്കുന്നു, അത് സബോർഡിനേറ്റ്സിനെ കൊണ്ട് അനുസരിപ്പിക്കുന്നു. ഈ തരത്തിലുള്ള ഒരു ഓട്ടോക്രാറ്റിക് വ്യക്തിയായിരിക്കും ആരെന്ന് പറയുന്നത് നമ്മുടെ മാനേജർ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കമാൻഡുകളും ഇൻസ്ട്രക്ഷൻസും ബിസിനസ് ഓർഗനൈസേഷൻ്റെ ടോപ്പിൽ നിന്നും താഴെ തട്ടിലേക്കായിരിക്കും, ബോട്ടം ലെവലിലേക്കായിരിക്കും എപ്പോഴും ആശയവിനിമയം നടത്തുക. ടോപ്പ് ടു ബോട്ടം ആയിരിക്കും എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്ന് പറയുന്നത്. മുകളിൽ നിന്നും താഴേക്കായിരിക്കും എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള വ്യക്തികളെ പണിഷ്മെൻറ്റ്സ് നൽകി ത്രെഡ്സിലൂടെ ഈ പറഞ്ഞിരിക്കുന്ന ഓർഡറുകളും ഇൻസ്ട്രക്ഷൻസും അവരെ കൊണ്ട് അനുസരിപ്പിക്കുകയും അവരിൽ കൂടി വ്യത്യസ്ത ജോലികൾ ചെയ്തു തീർക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിൻ്റെ പ്രത്യേകത. ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ അനുസരിച്ച് കൊണ്ട് സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് സബോർഡിനേറ്റ്സിൻ്റെ മേലെ വളരെയധികം സൂപ്പർവിഷനും അതുപോലെ തന്നെ വളരെയധികം കൺട്രോളുമായിരിക്കും ഉണ്ടാവുക. സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വളരെയധികം സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ വളരെയധികം നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലുമായിരിക്കും സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള ആളുകൾ എന്ത് ജോലിയും എന്ത് കാര്യങ്ങളും ചെയ്യുന്നത്. ഇത്രയുമാണ് ഈ ഒരു എക്സ്പ്ലോട്ടേറ്റീവ് ഓട്ടോക്രാറ്റിക് സ്റ്റൈലിൽ റെനെ സ്ലിക്കട്ട് പറഞ്ഞിരിക്കുന്ന സിസ്റ്റം 1. ഇനി സിസ്റ്റം 2 എന്ന് പറയുന്ന ലീഡർഷിപ്പ് സ്റ്റൈലിൽ കൂടി എന്താ പറഞ്ഞേക്കുന്നത് നമുക്ക് നോക്കാം. ഇനി അടുത്താണ് ബെനവോലൻറ്റ് ഓട്ടോക്രാറ്റിക് എന്ന് പറയുന്നത്. ദ മാനേജർ അണ്ടർ ദിസ് സിസ്റ്റം ഓൾസോ ഓട്ടോക്രാറ്റിക് ബട്ട് ദെയർ ആർ നോട്ട് എക്സ്പ്ലോറ്റേറ്റീവ്. അതായത് ഈ ഒരു സിസ്റ്റം 2 പറഞ്ഞിരിക്കുന്ന ബെനവോലൻറ്റ് ഓട്ടോക്രാറ്റിക് എന്ന് പറയുന്നത് ഓട്ടോക്രാറ്റിക് ആണ്, പക്ഷേ ലീഡറായിട്ടുള്ള വ്യക്തി തങ്ങളുടെ കീഴിലുള്ള സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള വ്യക്തികളെ ചൂഷണം ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. നമ്മൾ എക്സ്പ്ലോറ്റേറ്റീവ് ഓട്ടോക്രാറ്റിക്കിൽ നമ്മൾ പഠിച്ചു. അതെന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ഓട്ടോക്രാറ്റിക് ആണ്. അത് ലീഡറായിട്ടുള്ള ആൾ എന്ത് കാര്യം ഭീഷണിപ്പെടുത്തിയും ത്രെറ്റ് ചെയ്തും പണിഷ്മെൻറ്റ് നൽകി എന്ത് ചെയ്യുന്നു, തങ്ങളുടെ കീഴിലുള്ള സബോർഡിനേറ്റ്സിനെ മാക്സിമം ചൂഷണം ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ബെനവോലൻറ്റ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിലേക്ക് വരുമ്പോഴുള്ള പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോക്രാറ്റിക് ആണ്, പക്ഷേ എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളെ ചൂഷണം ചെയ്യുന്നില്ല എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞേക്കുന്നത്, ദേ അലോ സം ഫ്രീഡം ടു സബോർഡിനേറ്റ് ടു ക്യാരി ഔട്ട് ദ ടാസ്ക് വിത്തിൻ ദ ലിമിറ്റ്സ്. അതായത് നമ്മുടെ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ചില ഫ്രീഡമൊക്കെയും അനുവദിച്ചു കൊടുക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണെന്ന് മാത്രം. സബോർഡിനേറ്റ്സ് ഉള്ള ആളുകൾക്ക് ചില ഫ്രീഡമൊക്കെ അനുവദിച്ച് കൊടുക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് മാത്രം എന്ത് ചെയ്യുന്നത്, അവർക്ക് വേണ്ട ഫ്രീഡംസൊക്കെ അനുവദിച്ച് കൊടുക്കുന്നത്. പിന്നെ പറഞ്ഞേക്കുന്നൊരു കാര്യമാണ് ദ സബോർഡിനേറ്റ്സ് ഹു ക്യാരി ഔട്ട് ദെയർ ടാസ്ക് മേ ബി റിവാർഡ് ബട്ട് ദോസ് ഹു ഡു നോട്ട് ക്യാരി ഔട്ട് ദെയർ ടാസ്ക് ആർ ട്രീറ്റഡ് ഹാർഡ്ലി.
തങ്ങളെ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ഏൽപ്പിച്ചേക്കുന്ന വർക്കുകൾ ടാസ്കുകൾ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന സബോർഡിനേറ്റ്സിന് റിവാർഡുകൾ, അതുപോലെ തന്നെ എന്താണ് നല്ല രീതിയിലുള്ള സാലറി ഇൻക്രിമെൻറ്റ്സ് മുതലായിട്ടുള്ള കാര്യങ്ങൾ, പ്രൊമോഷൻസ് മുതലായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്നാൽ ആ തരത്തിലുള്ള ബെനിഫിറ്റുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിൽ. എന്നാൽ തങ്ങളുടെ വർക്കുകൾ ചെയ്യാതെ മോശം പ്രകടനം കാഴ്ചവെക്കുന്ന ആളുകളോട് വളരെയധികം റാഷായിട്ടായിരിക്കാം എന്ത് ചെയ്യുന്നത് ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിൽ പെരുമാറുന്നത്. ഇത്രയുമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ മറ്റേ എക്സ്പ്ലോറ്റേറ്റീവ് ഓട്ടോക്രാറ്റിക്കിനെ വെച്ച് നോക്കുമ്പോൾ അല്പം കൂടി ഫ്രീഡവും അല്പം കൂടി എന്താണ് സബോർഡിനേറ്റ്സ് ഉള്ള ആളുകൾക്ക് അല്പം കൂടി പ്രവർത്തന സ്വാതന്ത്ര്യം കൂടി ലഭിക്കുന്ന ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് ബെനവലന്റ് ഓട്ടോക്രാറ്റിക് മോഡൽ എന്ന് പറയുന്നത്. അത്രത്തോളം സ്ട്രിക്റ്റ് അല്ല എങ്കിലും എന്താണ് ഓട്ടോക്രാറ്റിക് മോഡൽ തന്നെയാണ്. എംപ്ലോയീസുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ചില നിയന്ത്രണങ്ങൾ ഇരുന്നു കൊണ്ട് തന്നെ ചില പ്രവർത്തന സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം നല്ല രീതിയിൽ തങ്ങളെ ഏൽപ്പിച്ചേക്കുന്ന വർക്കുകൾ നല്ല രീതിയിൽ കാഴ്ചവെച്ച് കഴിഞ്ഞാൽ, നല്ല രീതിയിൽ ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള റിവാർഡുകൾ മറ്റ് മ്യൂച്വൽ ബെനിഫിറ്റുകൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ വർക്കുകൾ മോശമായിട്ടാണ് ചെയ്ത് തീർക്കുന്നതെങ്കിൽ വളരെയധികം ഹാർഷ്ഫുള്ളായിട്ടായിരിക്കും ലീഡർഷിപ്പ് സുപ്പീരിയേഴ്സുള്ള ആളുകൾ പെരുമാറുക. ഇതാണ് ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിൻ്റെ പ്രത്യേകത. ഇനി മൂന്നാമത്തെ കാര്യമാണ് സിസ്റ്റം 3 കൺസൾട്ടേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസൾട്ടേറ്റീവ് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത് അല്പം കൂടി ലിബറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് കൺസൾട്ടേറ്റീവ് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എക്സ്പ്ലോറ്റേറ്റീവ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിനേക്കാളും അതുപോലെ തന്നെ ബെനവലന്റ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിനേക്കാളും കൂടുതൽ ഫ്രീഡം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള വ്യക്തികൾക്ക് സുപ്പീരിയേഴ്സിൽ നിന്നും ലഭിക്കുന്നു. ഇവിടെ സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും ഓരോ ഗ്രൂപ്പിൻ്റെയും പ്രവർത്തന ലക്ഷ്യം എന്താണ് എന്ന് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സുപ്പീരിയേഴ്സ് ഉള്ള ആളുകളായിരിക്കും കമാൻഡുകളും ഇൻസ്ട്രക്ഷൻസും ഓർഡറുകളും ഇഷ്യൂ ചെയ്ത് നൽകുന്നത്. എങ്കിലും സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള വ്യക്തികൾക്ക് മേജർ ഡിസിഷൻ മേക്കിംഗ് പ്രക്രിയയിൽ സുപ്പീരിയേഴ്സിൻ്റെ ഒപ്പം പങ്കാളികളാകാവുന്നതാണ്. ദെൻ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ റൂട്ടീൻ അഥവാ ദൈനംദിന പ്രവർത്തനങ്ങളിൽ സുപ്രധാന തീരുമാനം എടുക്കാനുള്ള എല്ലാ അധികാരങ്ങളും സബോർഡിനേറ്റ്സിലേക്ക് കൈമാറ്റം ചെയ്തിട്ടുണ്ടാകും. എന്നാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ മേജർ കാര്യങ്ങളിലൊക്കെയും സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത് എപ്പോഴും ആരായിരിക്കും? സുപ്പീരിയേഴ്സ് തന്നെയായിരിക്കും. അതാണ് ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള ആളുകളോട് സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള വ്യക്തികൾക്ക് എപ്പോൾ വേണമെങ്കിലും ആശയവിനിമയം നടത്താനുള്ള ഒരു പ്രവർത്തന സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ട്. ഇവിടെ ഒരു 2-way കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള ആളുകളും സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള ആളുകളും അവരുടെ വർക്കുകൾ എങ്ങനെയാണ് ചെയ്യുന്നത്, സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ കമാൻഡുകളും ഓർഡറുകളും ഇഷ്യൂ ചെയ്ത് നൽകുമ്പോൾ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള വ്യക്തികൾക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡൗട്ട്സുകൾ അതുപോലെ തന്നെ അവരുടെ ഫീഡ്ബാക്ക് റെസ്പോൺസ് മുതലായവ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിൽ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ 2-way കമ്മ്യൂണിക്കേഷനാണ് സാധ്യമായിട്ടുള്ളത്. റിവാർഡുകൾ നൽകി പണിഷ്മെൻറ്റ്സിനേക്കാൾ കൂടുതൽ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്ത് അവർ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിനെ പ്രവർത്തന സജ്ജരാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ കൂടിയാണ് നമ്മുടെ കൺസൾട്ടേറ്റീവ് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇനി അടുത്താണ് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ. സിസ്റ്റം 4 റെനി സ്ലിക്കറിൻ്റെ കാഴ്ചപ്പാടിലെ ലീഡർഷിപ്പ് സ്റ്റൈൽ. നമ്മൾ പറഞ്ഞ ഡെമോക്രാറ്റിക് എന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാ ലീഡർഷിപ്പ് സ്റ്റൈലിനേക്കാളും കൂടുതൽ വളരെയധികം സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള വ്യക്തികൾക്ക് വളരെയധികം ഫ്രീഡം നൽകുന്ന ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് എന്തെന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഈ ഒരു ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിൽ സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ ഒപ്പം തന്നെ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിനും വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടി പങ്കാളികളാകാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്പീരിയേഴ്സും സബോർഡിനേറ്റ്സും തമ്മിൽ ഒരു ഫ്രണ്ട്ലി മൈൻഡായിരിക്കും എപ്പോഴും ഉണ്ടാവുക. സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിന് ഒരു വാല്യൂ കൊടുക്കുന്നുണ്ട്, അവർക്കൊരു മൂല്യമുണ്ടാവും ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ. ആ തരത്തിൽ ഉള്ള ഒരു കൺസിഡറേഷൻ സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ കൈകളിൽ നിന്നും സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഇതെന്ന് പറയുന്നത്. ഇനി റെന്നി സ്ലിക്കറിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെന്നി സ്ലിക്കറിൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത് അദ്ദേഹം നടത്തിയ സർവേയിൽ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ബാക്കിയുള്ള എല്ലാ ലീഡർഷിപ്പ് സ്റ്റൈലുകളെ വെച്ച് നോക്കുമ്പോഴും ഒരു ബിസിനസ്സിൻ്റെ തന്നെ ദീർഘകാല നിലനിൽപ്പിനും ബിസിനസ്സിലെ ദീർഘകാല എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നതിനും സഹായിക്കുന്ന ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് നമ്മുടെ ഡെമോക്രാറ്റിക്കലായിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ
അദ്ദേഹം നടത്തിയ സർവേയിൽ നിന്നും ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഏറ്റവും കൂടുതൽ ഓട്ടോമാറ്റിക് ആവണമെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനക്ഷമതയുള്ളതായി മാറണമെങ്കിൽ ഈ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ബിസിനസ് ഓർഗനൈസേഷനാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തനക്ഷമതയുള്ളതായി മാറുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടുപിടുത്തം. ഏറ്റവും ബെസ്റ്റ് വേയിലുള്ള ദീർഘകാല നിലനിൽപ്പുകൾക്ക് വേണ്ടി ഓർഗനൈസേഷനുകൾ യൂട്ടിലൈസ് ചെയ്യാവുന്ന അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ ഉപയോഗിക്കാവുന്ന ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇത്രയുമാണ് റെനിസ് ലിക്കർട്ടിൻ്റെ 4 ലെവൽസ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് മോഡൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നതാണ് തിയറീസ് ഓഫ് ലീഡർഷിപ്സ്. പ്രധാനമായിട്ടും ലീഡർഷിപ്പ് തിയറീസിനെ 4ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട തിയറിയാണ് ഗ്രേറ്റ് മാൻ തിയറി എന്ന് പറയുന്നത്. ആധുനിക കാലഘട്ടങ്ങളിൽ വളരെയധികം ആദ്യ കാലഘട്ടങ്ങളിലൊക്കെയും ലീഡർഷിപ്പിനെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാട് എന്തായിരുന്നു, ആ ഒരു കാര്യമാണ് ഇതിൽ കൂടി പറയുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ ലീഡർഷിപ്പിനെ പറ്റി പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്: ദ ലീഡേഴ്സ് ആർ ബോൺ നോട്ട് മെയ്ഡ്. അതായത് ലീഡേഴ്സ് എന്നുള്ളത് ജന്മസിദ്ധമായ ഒന്നാണ്. അവരെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അവരെ ഒരിക്കലും നിർമ്മിച്ചെടുക്കുന്നത് ഒന്നല്ല എന്നാണ്. അല്ലെങ്കിൽ അവരൊന്നും എന്താണ് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു പ്രവർത്തനമല്ല ലീഡർഷിപ്പ് എന്നാണ് ആദ്യ കാലഘട്ടത്തിലെ ലീഡർഷിപ്പിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്. അതാണ് ഗ്രേറ്റ് മാൻ തിയറിയിൽ കൂടി പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. അതായത് ഈ ഒരു തിയറി അനുസരിച്ചുകൊണ്ട് പറയുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു വ്യക്തി ജനിക്കുമ്പോഴും അയാൾക്ക് ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന ഒന്നാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവരെ നയിക്കുവാനുള്ള ഒരു നേതൃപാഠവും ഇയാൾക്ക് ജന്മസിദ്ധമായിട്ട് കിട്ടുന്നതാണ്. ആ തരത്തിലുള്ള കഴിവുകൾ ഒരിക്കലും മറ്റുള്ള വ്യക്തികൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതൊരു ജന്മഗുണമായിട്ടാണ്, ഇത് ജന്മസിദ്ധമായിട്ടുള്ളൊരു ക്വാളിറ്റി ആയിട്ടാണ് ലീഡർഷിപ്പിനെ ഈ ഗ്രേറ്റ് മാൻ തിയറിയിൽ കൂടി പറയുന്നത്. ആ ഒരു കാഴ്ചപ്പാടാണ് ഇവർക്ക് ഈ ഒരു തിയറിയിലുള്ളത്. ദിസ് അപ്രോച്ച് ഈസ് എംഫേസിസ് ദാറ്റ് ദ പേഴ്സൺ ബോൺ വിത്ത് ഓർ വിത്തൗട്ട് നെസസറി ടാറ്റിസ് ഓഫ് ലീഡർഷിപ്പ്. അതായത് ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ അയാൾക്ക് ജന്മസിദ്ധമായിട്ട് ലഭിക്കുന്ന ഒന്നാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അത് എല്ലാ വ്യക്തികൾക്കും ലഭിക്കണമെന്നില്ല. അത് ലഭിച്ചിരിക്കുന്ന വ്യക്തികളാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ ജന്മസിദ്ധമായിട്ടുള്ള ഈ നേതൃപാഠവ ഗുണം കൊണ്ട് അവരെന്ത് ചെയ്യുന്നു, വലിയ മഹാന്മാരായിട്ട് തീരുന്നത്. അതിന് അവർ ഉദാഹരണം പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ് നെപ്പോളിയനെ പറ്റി. ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ജന്മസിദ്ധമായിട്ടുള്ള ചില വ്യക്തിപ്രഭാവം ഉണ്ടായിരിക്കും. ജന്മസിദ്ധമായിട്ടുള്ള ചില നേതൃത്വ ക്വാളിറ്റീസ് നേതൃത്വ ഗുണങ്ങളുണ്ടായിരിക്കും. ഈ തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഒരു ലീഡർ മഹാനായി തീരുന്നത് എന്നാണ് ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ, ഈ ഒരു തിയറി പറയുന്നത്. ഇപ്പോൾ നെപ്പോളിയൻ എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിന് വളരെയധികം ജന്മന ഒരു നേതൃത്വ ഗുണം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരുന്നു. അതാണ് പിൽക്കാലത്ത് അദ്ദേഹത്തെ മഹാനായി തീർത്തത് എന്നാണ് പറയുന്നത്. ആ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ഈ ഒരു ലീഡർഷിപ്പ് തിയറി പറയുന്നത്. പിന്നെ ഇതുകൂടാതെ അതായത് ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് കരിസ്മാറ്റിക് ആയിരിക്കും. അതായത് മറ്റുള്ളവരെ സ്വാധീനിക്കുവാനുള്ള ഒരു വ്യക്തിപ്രഭാവം ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ജന്മേന ഉണ്ടാകും. അതിനെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഈ ഒരു കാഴ്ചപ്പാടിൽ, ഈ ഒരു തിയറിയിൽ കൂടി പറയുന്നത്. അയാൾക്കുള്ള ചില ജനിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിനുള്ള ചില വ്യക്തിഗത ഗുണങ്ങളെ പറ്റിയാണ് ഈ ഒരു ലീഡർഷിപ്പിൽ കൂടി പറയുന്നത്, ലീഡർഷിപ്പ് തിയറിയിൽ കൂടി പറയുന്നത്. ഒന്നാമത്തെ കാര്യമാണ് കമാൻഡിങ് പേഴ്സണാലിറ്റി. മറ്റുള്ളവരെ നയിക്കുവാനുള്ള, മറ്റുള്ളവർക്ക് കമാൻഡിങ് നൽകാനുള്ള ഒരു വ്യക്തിപ്രഭാവം. ചാമായിരിക്കും, അതുപോലെ തന്നെ കറേജ് ആയിരിക്കും, അദ്ദേഹം വളരെ ഇൻ്റലിജൻസ് ആയിരിക്കും, അതുപോലെ പെർസീവ്നെസ് ആയിരിക്കും, വളരെയധികം അഗ്രസീവ്നെസ് മുതലായിട്ടുള്ള വ്യക്തിഗത ഗുണങ്ങൾ അയാൾക്ക് ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. ഇത് ജന്മസിദ്ധമായി ലഭിക്കുന്ന ഒരു കാര്യമാണ്. ഈ തരത്തിലുള്ള ഗുണങ്ങൾ ജന്മസിദ്ധമായി ലഭിക്കുന്നതാണ്. മറ്റുള്ള ആരും ഈ തരത്തിലുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റീസിന് വേണ്ട ഈ കാര്യങ്ങളൊന്നും മറ്റുള്ള ഒരു വ്യക്തിക്ക് പഠിപ്പിച്ചു കൊടുത്ത് അയാൾക്ക് നേടിയെടുക്കാവുന്ന ഒരു കാര്യമല്ല ഇതെന്നാണ് ഈ ഒരു ഗ്രേറ്റ് മാൻ തിയറിയിൽ കൂടി, ലീഡർഷിപ്പ് തിയറിയിൽ കൂടി പറയുന്നത്. അതിൽ നിന്നും തിരിഞ്ഞു വന്നേക്കുന്ന ഒരു 4 പോയിന്റുകളാണ് താഴേക്ക് പറയുന്നത് വ്യക്തമായിട്ട്. അതിനകത്ത് ഒന്നാമത്തെ പോയിൻ്റാണ് ദ ലീഡേഴ്സ് ഇൻ ജനറൽ ആൻഡ് ഗ്രേറ്റ് ലീഡേഴ്സ് ഇൻ എ പർട്ടിക്കുലർ ആർ ബോൺ ആൻഡ് നോട്ട് മെയ്ഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്ന ഒന്നല്ല. ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു വ്യക്തി ജനിക്കുമ്പോൾ ഇൻബോണായിട്ട് അയാൾക്ക് ജന്മസിദ്ധമായിട്ട് ലഭിക്കുന്ന കഴിവുകളാണ് അയാളെ പിൽക്കാലത്ത് ഒരു ലീഡറാക്കി തീർക്കുന്നത് എന്നാണ് ഈ ഒരു പോയിന്റ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ദേ ഹാവ് എ സെർട്ടൻ ഇൻബോൺ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് വിച്ച് ആർ ബെസ്റ്റ്വേർഡ് ഓൺ ദം ബൈ ഡിവൈൻ പവർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഈ ഒരു തിയറി അനുസരിച്ച് ലീഡറായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് കിട്ടുന്ന ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് ജന്മസിദ്ധമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ദൈവികമായിട്ടാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ല എങ്കിൽ എന്താണ് മറ്റുള്ളവരെ നയിക്കുവാനുള്ള നേതൃത്വ ഗുണങ്ങൾ ഒരു വ്യക്തിക്ക് കിട്ടുന്നത് എന്നാണ് ഈ ഒരു തിയറി വെച്ച് പറയുന്നത്. അതായത് ദൈവികമായിട്ട് ലഭിക്കുന്ന ഒരു ഗിഫ്റ്റാണ് ഈ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്താണ് ജന്മസിദ്ധമാണ്, ഇതൊരിക്കലും മറ്റുള്ളവർക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നാണ് ഈ ഒരു പോയിന്റിൽ കൂടി പറയുന്നത്. ഇനി അടുത്തൊരു പോയിന്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ the inborn leadership qualities are the inborn leadership qualities alone are necessary and sufficient for a leader to be successful. അതായത് ജന്മസിദ്ധമായി ലഭിക്കുന്ന ഈ ഒരു ക്വാളിറ്റീസ് മാത്രം മതിയാകും അയാളെ ഒരു ഗ്രേറ്റ് ലീഡറാക്കി തീർക്കാൻ. അതായത് ഒരു വ്യക്തിക്ക് ജന്മസിദ്ധമായി ലഭിക്കുന്ന ലീഡർഷിപ്പ് ക്വാളിറ്റീസ് അല്ലെങ്കിൽ നേതൃത്വ ഗുണങ്ങൾ മാത്രം മതിയായിരിക്കും പിൽക്കാലത്ത് അയാളെ വലിയൊരു ലീഡറാക്കി തീർക്കാൻ അല്ലെങ്കിൽ വലിയൊരു നേതാവാക്കി തീർക്കാൻ എന്നാണ് പറയുന്നത്. ഇനി നാലാമത്തെ പോയിന്റ് പറഞ്ഞേക്കുന്നത് ആൻ ഓർഡിനറി പേഴ്സൺ കനോട്ട് ബിക്കം ലീഡർ ആൻഡ് അറ്റൈൻ ഗ്രേറ്റ്നെസ്. അതായത് ഒരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തികൾക്ക് ഒരിക്കലും അല്ലെങ്കിൽ നേതൃത്വ പാഠവുമില്ലാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, വലിയൊരു നേതൃത്വ പദവിയിലേക്ക് ഉയർന്നു വരാൻ സാധിക്കുകയില്ല. അയാൾക്ക് ഒരിക്കലും എന്താണ് പിൽക്കാലത്ത് വലിയൊരു ലീഡറായിട്ട് തീരാൻ സാധിക്കുകയില്ല എന്നാണ് ഈ ഒരു പോയിന്റ് പറയുന്നത്. ജന്മന നേതൃത്വ ഗുണമില്ലാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും നേതൃസ്ഥാനത്തേക്ക് കടന്നു വരുവാനോ അല്ല എങ്കിൽ മറ്റുള്ളവരെ നയിക്കുവാനുള്ള വലിയൊരു ലീഡറായിട്ട് മാറുവാനോ സാധിക്കുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് ദ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് കനോട്ട് ബി അക്വയർ ത്രൂ ഫോമൽ എഡ്യൂക്കേഷൻ. അതായത് ഒരു സാധാരണയായിട്ട് വിദ്യാഭ്യാസത്തിലൂടെ ഒരിക്കലും ഈ തരത്തിലുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റീസ് മറ്റൊരു വ്യക്തിക്ക് നേടിയെടുക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. എന്നാൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഗ്രേറ്റ് മാൻ ലീഡർഷിപ്പ് സ്റ്റൈൽസ് തിയറിയിൽ കൂടി പറയുന്നത്. എന്നാൽ ഇന്ന് ഈ ആധുനിക കാലഘട്ടങ്ങളിൽ ഈ ഒരു തിയറി എതിർക്കുന്ന അനേകം ആളുകളുണ്ട്. കാരണം കേവലം ഒരു വ്യക്തിക്ക് ഇൻബോണായിട്ട് മാത്രം ലഭിക്കുന്ന ഒന്നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റീസ്. അത് വിദഗ്ധമായിട്ടുള്ള പരിശീലനത്തിലൂടെയും പ്രവർത്തന പരിചയത്തിലൂടെയും അതുപോലെ തന്നെ അറിവിലൂടെയും നേടിയെടുക്കുവാനും മറ്റുള്ളവർക്ക് സ്വായത്തമാക്കാൻ പറ്റുന്ന ഒന്നുമാണ് ലീഡർഷിപ്പ് ഗുണങ്ങൾ അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നാണ് പറയുന്നത്. ഒരു മോഡേൺ തിയറിയിൽ കൂടി എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ദൈവികമായിട്ട് ഒരു വ്യക്തികൾക്കും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയോ അല്ലെങ്കിൽ ഒരു നേതൃത്വ ഗുണങ്ങളോ ലഭിക്കുന്നില്ല. വിദഗ്ധമായിട്ടുള്ള പരിശീലനത്തിലൂടെയും ചിട്ടയായിട്ടുള്ള പഠനങ്ങളിൽ കൂടിയും പ്രവർത്തനങ്ങളിൽ കൂടിയുമാണ് ഒരു വ്യക്തിക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഡെവലപ്പ് ചെയ്ത് വരുന്നത് എന്നാണ് മോഡേൺ തിയറിസ്റ്റുകൾ പറയുന്നത്. അതിന് ഉദാഹരണമായിട്ട് അവർ പറയുന്നത് ഹിറ്റ്ലറെയാണ്. ഹിറ്റ്ലർക്ക് ചെറുപ്പകാലഘട്ടങ്ങളിൽ അങ്ങനെ ഒരു നേതൃത്വ ഗുണമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം നേരിട്ട വ്യക്തിഗത പ്രശ്നങ്ങളാണെങ്കിൽ വ്യക്തിഗത ദോഷങ്ങളോ അല്ലെങ്കിൽ മായിട്ടുള്ള വ്യക്തിഹത്യ മുതലായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിന് ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് കാരണമായി മാറിയത്. അതിൽ നിന്നുമാണ് ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരു വലിയൊരു ലീഡർ ഉണ്ടായി വന്നത് എന്നാണ് മോഡേൺ തിയറിസ്റ്റുകൾ പറയുന്നത്. അല്ലാതെ ഒരു വ്യക്തിക്ക് ദൈവികമായി ലഭിക്കുന്ന കാര്യമല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ നേതൃത്വ ഗുണമെന്ന് പറയുന്നത്. എന്നാൽ ചില ആളുകൾക്ക് ജന്മസിദ്ധമായിട്ട് എന്താണ് ഈ തരത്തിലുള്ള ഒരു കഴിവുകളുണ്ട്, ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട്. മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള നല്ലൊരു കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി അതുപോലെ തന്നെ എന്താണ് നല്ലൊരു കമാൻഡിങ് പവർ മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആളുകൾക്കുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം ഒരു ഗുഡ് ലീഡറായിട്ട് അയാൾ ഡെവലപ്പ് ചെയ്ത് വരണമെന്നില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഈ തരത്തിലുള്ള ഗുണങ്ങൾ അദ്ദേഹത്തിന് പിൽക്കാലത്ത് അദ്ദേഹം ലീഡറായിട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സഹായകരമായിട്ട് തീരും എന്നുള്ളത് സംശയമില്ല. പക്ഷേ ഇതുകൊണ്ട് മാത്രം എന്ത് ചെയ്യുന്നില്ല, ഒരു ഗുഡ് ലീഡർ ഡെവലപ്പ് ചെയ്യപ്പെടുന്നില്ല. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ കൊണ്ട് മാത്രം ഗുഡ് ലീഡർ ഡെവലപ്പ് ചെയ്യപ്പെടുന്നില്ല. നിരന്തരമായിട്ടുള്ള പരിശീലനത്തിലൂടെയും എഡ്യൂക്കേഷനിലൂടെയും എക്സ്പീരിയൻസിൽ കൂടിയും ട്രെയിനിങ്ങിൽ കൂടിയും മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഒരു ഗുഡ് ലീഡർ ഡെവലപ്പ് ചെയ്ത് വരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ കൊണ്ട് മാത്രമല്ല ഒരു ഗുഡ് ജന്മസിദ്ധം എന്നാണ് മോഡേൺ തിയറിസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ പക്ഷേ ഈ ഒരു തിയറി പറയുന്ന കാര്യം എന്ന് വെച്ച് പറയുന്നത് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ജന്മസിദ്ധമായ ഒന്നാണ്. മറ്റുള്ളവർക്ക് പരിശീലനത്തിലൂടെ എഡ്യൂക്കേഷനിലൂടെയോ അല്ല എങ്കിൽ ട്രെയിനിങ്ങിലൂടെയോ നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നാണ് ഈ ഒരു തിയറി പറയുന്നത്. എന്നാൽ മോഡേൺ ഈ ഒരു തിയറിക്ക് ശാസ്ത്രീയമായിട്ടുള്ള പിൻബലമോ അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള
ഒരു വെരിഫിക്കേഷനോ ഒന്നും ഇത്തരത്തിലുള്ള തിയറി ഈ ഒരു ഗ്രേറ്റ് മാൻ ലീഡർഷിപ്പ് സ്റ്റൈൽ തിയറിക്ക് പിൻബലമായിട്ട് നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മോഡേൺ തിയറിസ്റ്റുകൾ എപ്പോഴും പറയുന്നത് ഈ തിയറി തെറ്റാണ്. ഒരാൾക്ക് ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ അയാളുടെ വ്യക്തിഗത ഒരാൾക്ക് ജന്മസിദ്ധമായിട്ട് ലഭിക്കുന്ന നേതൃത്വ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ പിൽക്കാലത്ത് അദ്ദേഹം ലീഡറായി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ലീഡർഷിപ്പ് ജോലി അല്പം കൂടി എളുപ്പകരമാക്കി മാറ്റുമെന്നേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹം ഈ ജന്മസിദ്ധമായ കഴിവുകൾ കൊണ്ട് മാത്രം അദ്ദേഹം ഒരിക്കലും ഗ്രേറ്റ് ലീഡറായിട്ട് മാറുന്നില്ല. പിന്നെയും മികച്ച പരിശീലനത്തിലൂടെയും എഡ്യൂക്കേഷനിലൂടെയും എക്സ്പീരിയൻസിൽ കൂടിയും ട്രെയിനിങ്ങിൽ കൂടി മാത്രമേ ഒരു മികച്ച ലീഡർ ഡെവലപ്പ് ചെയ്ത് വരുന്നുള്ളൂ എന്നാണ് മോഡേൺ തിയറിസ്റ്റുകൾ പറയുന്നത്. എന്നാൽ ഇതിനെ ഓപ്പോസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഗ്രേറ്റ് മാൻ ലീഡർഷിപ്പ് സ്റ്റൈൽ തിയറിയിൽ കൂടി പറയുന്നത്. ഇനി അടുത്തൊരു തിയറിയാണ് ടാറ്റിസ് തിയറി എന്ന് പറയുന്നത്. ഈ ടാറ്റിസ് തിയറിയിൽ കൂടി എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറ്റിസ് തിയറി ട്രൈസ് ടു ഡിറ്റർമൈൻ ദ യൂണിവേഴ്സൽ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എഫക്റ്റീവ് ലീഡർ. അതായത് ഒരു ലീഡറിന് യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആയിട്ടുള്ള പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയാണ് ഈ ഒരു തിയറിയിൽ കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ഒരു ലീഡറായിട്ടുള്ള ആൾക്ക് ലീഡർമാരായിട്ടുള്ള ആളുകൾക്ക് പൊതുവായിട്ട് വേണ്ട ഒരു പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയാണ്, അല്ലെങ്കിൽ യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ടാറ്റിസ് തിയറിയിൽ കൂടി പറയുന്നത്. ലോകത്തുള്ള എല്ലാ ലീഡർമാരിലും പൊതുവായിട്ട് കാണപ്പെടുന്ന യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ലോകമെമ്പാടും സ്വീകാര്യതയുള്ള പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയാണ്, ലീഡേഴ്സിൻ്റെ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയാണ് ഈ ഒരു തിയറിയിൽ കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു ഗുഡ് ലീഡർക്ക് അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡർക്ക് എന്തൊക്കെ തരത്തിലുള്ള പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പൊതുവായിട്ട് കാണപ്പെടുന്നത് അതിനെ പറ്റിയുള്ള ഒരു പഠനമാണ് ടാറ്റിസ് തിയറി വഴി നടത്തിയേക്കുന്നത്. ഈ ഒരു തിയറി ഫോം ചെയ്തിരിക്കുന്ന ആളുകൾ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡർക്ക് എന്തൊക്കെ തരത്തിലുള്ള പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും ഉണ്ടാവുക, പൊതുവായിട്ട് ജനറലായിട്ട് ഉണ്ടാകുന്നത് എന്തൊക്കെയായിരിക്കും, അതിനെപ്പറ്റി ഇവർ റിസർച്ച് നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ പൊതുവായിട്ടും സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡേഴ്സിനെ കണ്ടുവരുന്ന ചില വ്യക്തിഗത ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തു. അതെന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യമാണ് ഇൻ്റലിജൻസ്, രണ്ടാമത്തെ കാര്യമാണ് മച്യൂരിറ്റി, പിന്നെ ഒരു വിഷൻ ഉണ്ടായിരിക്കും, ഫോർസൈറ്റ് ഫ്യൂച്ചറിനെ പറ്റി കാണുവാനുള്ള ഒരു കഴിവ്, ഒരു അക്സെപ്റ്റൻസ് ഉണ്ടായിരിക്കും, റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും, ഒരു ഓപ്പൺ മൈൻഡ്നെസ് ഉണ്ടായിരിക്കും, അഡാപ്റ്റബിലിറ്റി ഏത് സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെടുവാനുള്ള ഒരു കഴിവുണ്ടായിരിക്കും, സെൽഫ് കോൺഫിഡൻസ് ആത്മവിശ്വാസം ഉണ്ടായിരിക്കും, സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് മറ്റുള്ളവരെ മനസ്സിലാക്കുവാനുള്ള ഒരു കഴിവുണ്ടായിരിക്കും, ഹോണസ്റ്റി സത്യസന്ധത, ഫെയർ നീതി, ജസ്റ്റിസ്, ഇൻറ്റഗ്രിറ്റി, ക്യാരക്ടർ ആൻഡ് ഫിസിക്കൽ ഫീച്ചേഴ്സ്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സും ലോകത്തുള്ള എല്ലാ സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡർമാരിലും പൊതുവായിട്ട് കാണപ്പെടുന്ന ജനറലായിട്ട് കാണപ്പെടുന്ന കുറച്ച് വ്യക്തിഗത സ്വഭാവമാണ് അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതയാണ് എന്നാണ് ഈ ഒരു ടാറ്റിസ് തിയറി പറയുന്നത്. ഈ ടാറ്റിസ് തിയറി ഫോം ചെയ്തിരിക്കുന്ന ഗവേഷകർ സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡേഴ്സിന് പൊതുവായിട്ട് കാണപ്പെടുന്ന വ്യക്തിഗത ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ പറ്റി റിസർച്ച് നടത്തുകയും അവരുടെ റിസർച്ചിൻ്റെ ഫലമായിട്ട് ഈ ലോകമെമ്പാടുമുള്ള എല്ലാ വ്യത്യസ്ത ഗ്രൂപ്പുകൾക്കും വ്യത്യസ്ത ഓർഗനൈസേഷനുകളിലും നേതൃത്വം വഹിക്കുന്ന ലീഡേഴ്സായിട്ടുള്ള ആളുകളിൽ കാണുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡേഴ്സിൽ കാണുന്ന വ്യക്തിഗത ഗുണങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇൻ്റലിജൻസ്, മച്യൂരിറ്റി, വിഷൻ ആൻഡ് ഫോർസൈറ്റ്, അക്സെപ്റ്റൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഓപ്പൺ മൈൻഡ്നെസ്, അഡാപ്റ്റബിലിറ്റി, സെൽഫ് കോൺഫിഡൻസ്, സോഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്, ഹോണസ്റ്റി, ഫെയർ പ്ലേ, ജസ്റ്റിസ്, ഇൻറ്റഗ്രിറ്റി ഓഫ് ക്യാരക്ടർ ആൻഡ് ഫിസിക്കൽ ഫീച്ചേഴ്സ്. ഈ മുതലായിട്ടുള്ള വ്യക്തിഗത ഗുണങ്ങൾ എല്ലാ സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡേഴ്സിലും കാണപ്പെടുന്ന പൊതുവായിട്ടുള്ള കാര്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു തിയറീസ് വഴി കണ്ടുപിടിച്ചേക്കുന്നത്. എന്നാലും ഈ ഒരു തിയറീസിന് എന്തുണ്ട്, ധാരാളം ലിമിറ്റേഷൻസ് ഉണ്ട്, ധാരാളം ക്രിറ്റിസിസംസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഈ തിയറി മുഖേനയുള്ള ഫൈൻഡിങ്സിന് കണ്ടുപിടിച്ചേക്കുന്ന ക്രിറ്റിസിസംസ്, ഈ ഒരു തിയറി മുഖേന ഉണ്ടായേക്കുന്ന ഫൈൻഡിങ്സിന് ചില ക്രിറ്റിസിസം ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ആ ക്രിറ്റിസിസം പ്രധാനമായിട്ടും 4 തരം തിരിച്ചേക്കുന്നത്. അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രിറ്റിസിസമാണ് ഈ ഒരു തിയറി പറയുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ക്രിറ്റിസിസമാണ്. അതായത് ഒരു ലീഡറിൻ്റെ ആക്റ്റും അയാളുടെ ടാറ്റിക്സും തമ്മിൽ യാതൊരു രീതിയിലുള്ള റിലേഷൻഷിപ്പും ഇല്ല എന്നാണ് പറയുന്നത്. അയാളുടെ ഏതെങ്കിലും തരത്തിലൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹം ആ സിറ്റുവേഷൻസ് അനുസരിച്ച് ആക്ട് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള ടാറ്റിക്സ് കൊണ്ടല്ല, അയാളുടെ സ്വഭാവ സവിശേഷതകൾ കൊണ്ടല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അത് ആ ഒരു സാഹചര്യത്തിൽ ഏതൊരു ലീഡറാണെങ്കിലും ശരി ആ ഒരു സന്ദർഭത്തിനനുസരിച്ച രീതിയിലായിരിക്കും
ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. അത് കേവലം ആ ഒരു ലീഡറിൽ മാത്രം അടങ്ങിയിട്ടുള്ള ടാറ്റിസ് അല്ല, അത് പൊതുവായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ ലീഡർമാരും ആ ഒരു സാഹചര്യത്തെ ആ മാനദണ്ഡമാക്കി ആ ഒരുപോലത്തെ സാഹചര്യത്തിൽ ഒരുപോലെ തന്നെയായിരിക്കും ആക്ട് ചെയ്യുക എന്നാണ് പറഞ്ഞു വരുന്നത്. ലീഡറായിട്ടുള്ള ആളുകളുടെ ആക്റ്റും ടാറ്റിസും തമ്മിൽ യാതൊരു രീതിയിലുള്ള ബന്ധവുമില്ല എന്നാണ് ഫസ്റ്റ് ക്രിറ്റിസിസമായിട്ട് ഈ ഒരു തിയറിക്ക് അഗൈൻസ്റ്റ് പറയുന്ന കാര്യം. രണ്ടാമത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഈ തിയറിയിൽ കൂടി പറയുന്നത് ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, ദിസ് തിയറീസ് ഫെയിൽ ടു ഫോർമേറ്റ് കോമൺ ലിസ്റ്റ് ഓഫ് ടാറ്റസ് ഫൗണ്ട് ഇൻ ഓൾ സക്സസ്ഫുൾ ലീഡേഴ്സ്. അതായത് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡേഴ്സിലൊന്നും കോമൺ ആയിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ എപ്പോഴും ഉണ്ടായിരിക്കണമെന്നില്ല എന്നാണ് ഈ ഒരു തിയറിക്ക് അഗൈൻസ്റ്റായിട്ട് വാദിക്കുന്ന ആളുകൾ പറയുന്നത്. അതായത് ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഓരോ സാഹചര്യത്തെയും വ്യത്യസ്തരായിട്ടുള്ള ലീഡേഴ്സ്മാർ ഓരോ സാഹചര്യത്തെയും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റി ആ സാഹചര്യത്തിൽ വിജയിക്കുന്നത് എല്ലാ ലീഡർമാരിലും കാണപ്പെടുന്ന പൊതുവായിട്ടുള്ള സവിശേഷത ഗുണം കൊണ്ടല്ല, പൊതുവായിട്ടുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി കൊണ്ടല്ല എന്നാണ് പറയുന്നത്. ഓരോ ലീഡർമാരും ഫേസ് ചെയ്യുന്ന സാഹചര്യം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അപ്പോൾ ആ ഓരോ സാഹചര്യത്തിലും ഓരോരുത്തരും പ്രകടമാക്കുന്ന അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. അവരിലടങ്ങിയിരിക്കുന്ന കോമൺ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി കൊണ്ട് ആണ് ഒരുപോലത്തെ എല്ലാ സാഹചര്യങ്ങളും വിജയിക്കുന്നത് എന്ന് പറയുന്നത് ഒരു ശുദ്ധ മണ്ടത്തരമാണെന്നാണ് ഇതിനെ എഗനസ്റ്റായിട്ട് പറയുന്നവർ വാദിക്കുന്നത്. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡേഴ്സ്മാരിൽ എല്ലാവരും അടങ്ങിയേക്കുന്ന പൊതുവായിട്ടുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരുപോലെയല്ല. ഓരോരുത്തരും ഡിഫറെൻറ്റ് സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഡിഫറെൻറ്റ് ക്വാളിറ്റീസാണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അവർ അവരുടെ ലീഡർഷിപ്പ് സക്സസ്ഫുൾ ആക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ഇതിന് എഗനസ്റ്റായിട്ട് വാദിക്കുന്നവർ പറയുന്നത്. ഇനി മറ്റൊരു ക്രിറ്റിസിസം ഈ തിയറി നേരിടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലീഡർ സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് എന്തൊക്കെ തരത്തിലുള്ള വ്യക്തിഗത ഗുണങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് നിലനിർത്തേണ്ടത് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്ന് ഒരിക്കലും ഈ ഒരു തിയറി വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നില്ല. കേവലം സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡേഴ്സിന് പൊതുവായി കാണപ്പെടുന്ന കുറച്ച് സ്വഭാവ സവിശേഷതകളെ പറ്റി അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റീസിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലീഡർ സക്സസ്ഫുൾ ആയിട്ട് നിലനിൽക്കണമെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള വ്യക്തിഗത ഗുണങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റീസാണ് നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് എന്ന് ഒരിക്കലും ഈ ഒരു തിയറി വിശദീകരിച്ച് പറഞ്ഞു തരുന്നില്ല. അതും ഈ ഒരു തിയറിയുടെ പ്രധാനപ്പെട്ട പോരായ്മയായിട്ട് കണക്കാക്കപ്പെടുന്നു, ക്രിറ്റിസിസമായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇനി മറ്റൊരു തിയറിയാണ് ബിഹേവിയറൽ തിയറി എന്ന് പറയുന്നത്. ഈ ഒരു ബിഹേവിയർ തിയറിയിൽ കൂടി എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലീഡറായിട്ടുള്ള വ്യക്തി വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അതിനെപ്പറ്റിയാണ് വിശദീകരിച്ച് ബിഹേവിയർ തിയറിയിൽ കൂടി പറയുന്നത്. അല്ലാതെ അയാളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയെ പറ്റിയല്ല പറയുന്നത്. ഒരു ലീഡറായിട്ടുള്ള വ്യക്തി അയാളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് എങ്ങനെയാണ് അദ്ദേഹം ബിഹേവ് ചെയ്യുന്നത് ആ ഒരു കാര്യമാണ് ഈ ഒരു തിയറിയിൽ കൂടി പറയുന്നത്. ലീഡറായിട്ടുള്ള വ്യക്തിക്ക് എങ്ങനെയാണ് തങ്ങളെ പിന്തുടരുന്ന സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആളുകൾ അവരെ തങ്ങളുടെ ബിഹേവിയർ ഉപയോഗിച്ചുകൊണ്ട് സ്വാധീനിക്കാൻ പറ്റുന്നത് അതിനെ പറ്റിയാണ് ഈ ഒരു തിയറി കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. ഒരു ലീഡറിന് തങ്ങളുടെ ഗ്രൂപ്പിലുള്ള തങ്ങളുടെ ഫോളോവേഴ്സിനെ അല്ലെങ്കിൽ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള വ്യക്തികളെ തങ്ങളുടെ ബിഹേവിയേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഡിഫറെൻറ്റ് സിറ്റുവേഷനിൽ തങ്ങളുടെ ബിഹേവിയേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് സ്വാധീനിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ലീഡറായിരിക്കും എഫക്റ്റീവ് ലീഡർ എന്ന് പറയുന്നത്. അതിന് വ്യത്യസ്തമായിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈലുകളെ കോമ്പൈൻ ചെയ്ത് പഠനം നടത്തിയിട്ടുണ്ട് ഇവർ. എങ്ങനെയാണ് ലീഡറിൻ്റെ ബിഹേവിയേഴ്സ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ബിഹേവിയർ എങ്ങനെയാണ് ഏത് ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഉള്ളത് എന്ന് അറിയുവാൻ വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈലുകളെ പരസ്പരം കോമ്പൈൻ ചെയ്തുകൊണ്ട് പഠനം നടത്തിയിട്ടുണ്ട് ഇവർ. അതിൽ നിന്നും ലഭിച്ച നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു ബിഹേവിയർ തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിന് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിരിക്കുന്ന തിയറീസാണ് മാനേജറിക്കൽ ഗ്രിഡ് ബൈ ബ്ലാക്ക് ആൻഡ് മൗണ്ടൻ തിയറീസ് അല്ലേ. ആ ഒരു തിയറി അനുസരിച്ചുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈലുകളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. കൺസേൺ ഓഫ് ദി പ്രൊഡക്ഷൻ, കൺസേൺസ് ഓഫ് ദി പീപ്പിൾ, ഈ രണ്ട് കാര്യങ്ങളെ വെച്ചുകൊണ്ടും വ്യത്യസ്ത ലീഡർമാരുടെ വ്യത്യസ്ത സാഹചര്യങ്ങളിലെ ബിഹേവിയേഴ്സ് വെച്ചുകൊണ്ടും ലീഡർഷിപ്പ് സ്റ്റൈലുകൾ വെച്ചുകൊണ്ടും എന്ത് ചെയ്യുന്നു ഒരു പഠനം നടത്തി അവസാനം അതിൻ്റെ അകത്ത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽ ഏതെന്ന് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അല്ലേ. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ പഠിച്ചേക്കുന്ന
പഠിച്ചേക്കുന്ന മറ്റൊരു തിയറിയാണ് ലിക്കറ്റ് 4 ലെവൽ മോഡൽ അല്ലേ. ഇതിൻ്റെ അകത്തും വ്യത്യസ്ത ലെവലിലുള്ള ലീഡേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ലെവലിലുള്ള ബിഹേവിയറൽ പാറ്റേണിനെ പരസ്പരം കോമ്പൈൻ ചെയ്തുകൊണ്ട് പഠനം നടത്തി അതിൻ്റെ ഉള്ളിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽ ഏതെന്ന് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈലുകളെ കോർത്തിണക്കി വ്യത്യസ്ത സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഓരോ ലീഡറിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ്, അതിൻ്റെ അകത്ത് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽ ഏതാണ് എന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ ബിഹേവിയറൽ തിയറിയിൽ കൂടി പറയുന്നത്. ഈ ബിഹേവിയർ തിയറിക്കും വളരെയധികം ലിമിറ്റേഷൻസ് ഉണ്ട്. അതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഈ ഒരു തിയറിയുടെ ലിമിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ലീഡർ അയാളുടെ ഒരു ബിഹേവിയർ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ സക്സസ്ഫുള്ളായി മാറി. അദ്ദേഹം ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ബിഹേവ് ചെയ്ത രീതി അനുസരിച്ചുകൊണ്ട് ആ ഒരു സാഹചര്യത്തെ വളരെയധികം സക്സസ്ഫുള്ളായി തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ ആ ഒരു ലീഡറിന് സാധിച്ചു. എന്നാൽ അതേ സാഹചര്യം മറ്റൊരു സന്ദർഭത്തിൽ വന്നപ്പോൾ ഈ ഒരു ലീഡർ അതേ ബിഹേവിയർ എടുത്തു കഴിഞ്ഞാൽ അത് അൺസക്സസ്ഫുള്ളായി മാറി. എന്തുകൊണ്ടാണ് അത് അൺസക്സസ്ഫുള്ളായി മാറിയത്? അതായത് ഓരോ ഒരു സാഹചര്യത്തിൽ ഉപയോഗിച്ചേക്കുന്ന ഒരു ബിഹേവിയർ പാറ്റേൺ മറ്റൊരു സാഹചര്യത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതെന്തുകൊണ്ട് സക്സസ്ഫുള്ളായി മാറുന്നില്ല? എങ്ങനെയാണ് ഒരു സിറ്റുവേഷൻ ബേസ് ചെയ്തുകൊണ്ട് ഒരു ബിഹേവിയർ സക്സസ്ഫുൾ ആകുകയും മാറുന്നത്, എങ്ങനെയാണ് അൺസക്സസ്ഫുള്ളായി മാറുന്നത് എന്ന് വളരെയധികം വിശദീകരിച്ച് ഈ തിയറിയിൽ കൂടി പറയുന്നില്ല. അതായത് സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടുള്ള ബിഹേവിയറൽ വേരിയബിൾസിനെ എടുത്തല്ല ഈ ഒരു പഠനം നടത്തിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്ന് പറയുന്നത് അൺസക്സസ്ഫുള്ളാണ്. ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ അദ്ദേഹം സ്വീകരിച്ചേക്കുന്ന ബിഹേവിയർ പാറ്റേൺ മറ്റൊരു സിറ്റുവേഷനിൽ എന്തുകൊണ്ട് സക്സസ്ഫുള്ളായി മാറുന്നില്ല എന്ന് പറഞ്ഞു തരുവാൻ ഈ ഒരു തിയറിക്ക് സാധിക്കുന്നില്ല. അത് ഈ ഒരു തിയറിയുടെ ഡ്രോബാക്ക് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ബിഹേവിയറൽ തിയറി എന്ന് പറയുന്നതും 100% സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡർഷിപ്പ് തിയറി അല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി മറ്റൊരു ലീഡർഷിപ്പ് തിയറിയാണ് സിറ്റുവേഷണൽ തിയറി എന്ന് പറയുന്നത്. സിറ്റുവേഷണൽ തിയറി എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, സിറ്റുവേഷണൽ തിയറിയിൽ കൂടി പറയുകയാണ് നമ്മൾ പഠിച്ചേക്കുന്ന ലീഡർഷിപ്പ് സ്റ്റൈലുകളൊന്നും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈലല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഈ ഒരു സിറ്റുവേഷണൽ തിയറി നമ്മൾ പഠിച്ചേക്കുന്ന അതായത് ഒരു ലീഡർഷിപ്പ് സ്റ്റൈല് ഒരു സന്ദർഭത്തിൽ എഫക്റ്റീവ് ആകുന്നു എന്ന് കരുതി മറ്റൊരു സന്ദർഭത്തിൽ ആ ഒരു ലീഡർഷിപ്പ് സ്റ്റൈല് എഫക്റ്റീവ് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചേക്കുന്ന ലീഡർഷിപ്പ് സ്റ്റൈലുകളൊന്നും എഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ 100% സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈലുകൾ അല്ല എന്നാണ് പറയുന്നത്. ഈ തിയറി പറയുന്നത് നമ്മൾ പഠിച്ചേക്കുന്ന ലീഡർഷിപ്പ് സ്റ്റൈലുകളൊന്നും ഒരു ലീഡർഷിപ്പ് സ്റ്റൈലും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈലല്ല. കാരണം ഒരു സിറ്റുവേഷനിൽ ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ എഫക്റ്റീവ് ആകുന്നു എന്ന് കരുതി അല്ലെങ്കിൽ ആണെന്ന് കരുതി മറ്റൊരു സിറ്റുവേഷനിൽ ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ എഫക്റ്റീവ് ആകണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലുകളും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈലുകൾ അല്ല എന്നാണ് പറയുന്നത്. എല്ലാ സാഹചര്യങ്ങളിലും ഒരുപോലെ ഉപയോഗിക്കാവുന്നതും ഒരുപോലെ വിജയപ്രദമായ ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ ഇന്നേ വരെ ഒരു ബിസിനസ് കൺസേണിലും ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ ഒരു ലീഡർഷിപ്പ് സ്റ്റൈല് ലോകത്തെങ്ങുമില്ല. അതായത് യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള എല്ലാ സിറ്റുവേഷനിലും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈലും ഇന്നേ വരെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലും എന്ന് പറയുന്നത് ഒരു ലീഡർഷിപ്പ് സ്റ്റൈലും ബെസ്റ്റ് ആയിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈലല്ല എന്നാണ് പറയുന്നത്. ഒരു ലീഡർ എല്ലാ സിറ്റുവേഷനിലും സക്സസ്ഫുൾ ആകണമെങ്കിൽ എ ലീഡർ ഹാസ് ടു ചേഞ്ച് ഹിസ് സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പ് ഫ്രം സിറ്റുവേഷൻസ് ടു സിറ്റുവേഷൻസ്. അതായത് സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈലുകൾ അയാൾ അനുകരിക്കേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ എല്ലാ സാഹചര്യങ്ങളിലും ആ ഒരു ലീഡറിന് സക്സസ്ഫുൾ ആയിട്ട് വിജയിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഹി അഡോപ്റ്റ് ദ സെയിം സ്റ്റൈൽ അണ്ടർ ഓൾ സിറ്റുവേഷൻ ഹി മെ നോട്ട് ബി സക്സസ്ഫുൾ. എല്ലാ സാഹചര്യങ്ങളിലും ഒരേപോലത്തെ ലീഡർഷിപ്പ് സ്റ്റൈൽ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിക്കില്ല. സോ സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് മാറി ഓരോ സാഹചര്യത്തിനും അനുകൂലമായ ഓരോ സാഹചര്യത്തിലും വിജയിക്കാൻ പറ്റുന്ന ലീഡർഷിപ്പ് സ്റ്റൈലുകൾ ഒരു ലീഡർ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ അദ്ദേഹം ഒരു സക്സസ്ഫുൾ ലീഡറായിട്ട് മാറുകയുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ലീഡർഷിപ്പ് തിയറീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചേക്കുന്ന ഈ ലീഡർഷിപ്പ് തിയറീസുകളിലൊക്കെ പറഞ്ഞേക്കുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലീഡർഷിപ്പ് ഈസ് എ പ്രോസസ് is a function of leader and the followers and the situation. ഈ 3 ഫംഗ്ഷനുകളുടെ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അതായത് ലീഡറും അതുപോലെ തന്നെ ഫോളോവേഴ്സും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഉള്ളൊരു കമ്മ്യൂണിക്കേഷനാണ് എന്തെന്ന് പറയുന്നത്, പ്രധാനമായിട്ടും ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അല്ലേ. ഇറ്റ് ക്യാൻ ബി ദ ബെസ്റ്റ് എക്സ്പ്ലെയിൻ ഇൻ ടേംസ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ലീഡർ ആൻഡ് ഫോളോവേഴ്സ് ആൻഡ് ദ നേച്ചർ ഓഫ് സിറ്റുവേഷൻ
ഇൻ വിച്ച് ദേ ഓപ്പറേറ്റ് അല്ലേ. സാഹചര്യങ്ങൾക്കനുസരിച്ച് കൊണ്ട് ലീഡറായിട്ടുള്ള വ്യക്തി തങ്ങളുടെ ഫോളോവേഴ്സിനെ നയിക്കുന്ന ഒരു രീതിയെ, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു രീതിയെ ആണ് നമ്മൾ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്, ലീഡർഷിപ്പ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത്രയുമാണ് ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് എവിടെയെങ്കിലും സംശയമുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ചോദിക്കുക. താങ്ക് യു.